രാജ്യത്തെ ജനങ്ങളുടെ ഏക സമാധാനം സുപ്രീം കോടതി ഉണ്ടല്ലോ എന്നുള്ളതാണ്. എന്നാൽ കേന്ദ്രത്തിന്റെ ഏക ഭയവും ഇത് തന്നെയാണ്. മുൻപെങ്ങും വിധം കണ്ടിട്ടില്ലാത്ത വിധം സുപ്രീം കോടതി ഓരോ ദിവസം ചെല്ലുന്തോറും കേന്ദ്രത്തെ ആട്ടിപ്പായിക്കുകയാണ്. കേന്ദ്രം തന്നിഷ്ടപ്രകാരം രാജ്യത്തിനും ജനങ്ങൾക്കും നിരക്കാത്തത് ചെയ്തു കൂട്ടുമ്പോൾ സുപ്രീം കോടതി കാര്യമായി തന്നെ ഇടപെട്ടുകൊണ്ട് കേന്ദ്രത്തെ വരച്ച വരയിൽ നിർത്തുകയാണ്. അതുകൊണ്ടുകൂടിയാണ് തോന്നിയ പോലെ കാര്യങ്ങൾ കേന്ദ്രത്തിന് ചെയ്യാൻ സാധിക്കാതെ വരുന്നത്. ഇവിടെയാണ് വീർപ്പുമുട്ടിയ ഉപരാഷ്ട്രപതി സുപ്രീം കോടതിക്കെതിരെ ഈ അടുത്ത കാലത്ത് ആഞ്ഞടിച്ചതും തിരിഞ്ഞതുമൊക്കെ നമ്മൾ കാണുകയും ചെയ്തത്. ഇപ്പോഴിതാ വീണ്ടും കേന്ദ്രമിറക്കിയ ഇഡിയെ അടച്ചുപൂട്ടി ആട്ടിപ്പായിക്കുകയാണ് സുപ്രീം കോടതി. ഇത് മുൻപൊരിക്കലും ഇതുപോലെ ഇഡി ഇങ്ങനെ നാണം കെട്ട് സുപ്രീം കോടതിക്ക് മുമ്പിൽ തലകുനിച്ച് നിന്നിട്ടില്ല. തെളിവുകളില്ലാതെ ആരോപണം ഉന്നയിക്കുന്നത് ഇഡി ഒരു ശീലമാക്കി മാറ്റിയിരിക്കുന്നു. ഇതിനു മുൻപ് പ്രോസിക്യൂഷൻ ഇത്തരത്തിൽ കോടതിയുടെ മുമ്പിൽ വന്ന് നിന്നിട്ടില്ല എന്നും കോടതി വ്യക്തമാക്കിക്കൊണ്ടാണ് സുപ്രീം കോടതി ഇഡി കൊണ്ടുവന്ന തെളിവില്ലാത്ത കേസിനെതിരെ ആഞ്ഞടിച്ചത്. അതുമാത്രവുമല്ല, അന്വേഷണം അനന്തമായി നീണ്ടുപോകുമ്പോഴും കുറ്റാരോപിതർക്ക് ജാമ്യം ലഭിച്ചിട്ടില്ല. ബലത്തിൽ അവരെ കസ്റ്റഡിയിൽ വെച്ച് ശിക്ഷിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നതെന്നും കോടതി അക്കമിട്ട് നിരത്തുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ഇഡിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് സുപ്രീം കോടതി കൊട്ടുകൊടുക്കുകയാണ്. സാക്ഷാൽ കേന്ദ്രത്തിനാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെതിരായ രൂക്ഷ വിമർശനവുമായി സുപ്രീം കോടതി എത്തുന്നത്. ഛത്തീസ്ഗഡിലെ മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട കേസിലാണ് സുപ്രീം കോടതിയുടെ പരാമർശം. ജസ്റ്റിസ് അഭയ് എസ് ഒക്ക, ഉജ്ജൽ ഭുയാൻ എന്നിവരുൾപ്പെട്ട 2 അംഗ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത്. കേസിലെ പ്രതിയായ അരവിന്ദ് സിംഗിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിനിടെയായിരുന്നു സുപ്രീം കോടതിയുടെ പരാമർശങ്ങൾ. വികാസ് അഗർവാൾ എന്നയാളുമായി ഗൂഢാലോചന നടത്തിയാണ് ഈ പണം സമ്പാദിച്ചത് എന്നും സോളിസിറ്റർ ജനറൽ ആരോപിക്കുന്നുണ്ട്. എന്നാൽ ഇരുവരും തമ്മിലുള്ള ബന്ധം അത് തെളിയിക്കാൻ ഇഡിക്ക് സാധിച്ചിരുന്നില്ല. അഗർവാളിനെ ഇതുവരെ ഇഡി അറസ്റ്റ് ചെയ്തിട്ടുമില്ല. ഇതാണ് സുപ്രീം കോടതിയുടെ വിമർശനത്തിനുള്ള ഏക കാരണം. അതേസമയം കേസ് പരിഗണിക്കുന്നതിനായി മെയ് 9 മാറ്റിയിട്ടുണ്ട്. മദ്യ അഴിമതിയുമായി ബന്ധപ്പെട്ട മറ്റൊരു ജാമ്യ ഹർജി പരിഗണിക്കുന്നതിനിടെ നിങ്ങൾ എത്ര ദിവസം ആളുകളെ കസ്റ്റഡിയിൽ വെക്കുന്നു എന്ന് സുപ്രീം കോടതി ഛത്തീസ്ഗഡ് സർക്കാരിനോടൊരു ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. കേസിന്റെ അന്വേഷണം അതിൻ്റെതായ വേഗതയിൽ തുടരും. കേസിൽ 3 കുറ്റപത്രങ്ങൾ ഫയൽ ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് എത്ര കാലം നിങ്ങൾ ഒരാളെ തെളിവില്ലാതെ അന്വേഷണത്തിന്റെ പേരും പറഞ്ഞ് തടവിലിടുമെന്ന് ചോദിച്ച് ഇഡിയെ അടച്ചുകെട്ടി സുപ്രീം കോടതി സ്വന്തം നിലക്കൊരു നിലപാടെടുക്കുന്നത്.